ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതേ നോക്കൂ, വേണ്ട മകൻ റെഡി ആയിട്ടേക്കണ്. അവൻ പള്ളിയിൽ നിന്ന് അച്ഛന്മാരെല്ലാവരും കൂടെ ഇവിടുത്തെ പിള്ളേരെല്ലാവരും കൂടി എവിടെയാണ് കുമരകത്ത കോട്ടയത്ത് ഏതൊരു റിസോർട്ടാ എന്ത് വാട്ടർ പാർക്ക് അങ്ങനെ എന്തോ സ്ഥലത്തേക്ക് ഇവരെ പിള്ളേരെല്ലാവരും കൂടി കൊണ്ടുപോകണേ. ഇപ്പോൾ കൊണ്ടാക്കാൻ വേണ്ടി പോകണമെന്ന് ടീനെ റെഡി ആയിട്ടുണ്ട്. ഇവ പോണത് മാത്രമേ പോകണം, ഇവനും പള്ളിയിലത്തെ പിള്ളേരെല്ലാവരും കൂടി പോകണം. അപ്പോൾ കൊണ്ടാക്കിയിട്ട് എവിടെ സ്ഥലം എന്നുള്ളതെന്ന് അറിയാൻ പാടില്ല, ചോദിച്ചിട്ട് പറഞ്ഞുതരാം. മുഖം പൊത്തി പിടിക്കുക. അടിപൊളി, കൈയൊക്കെ പൊക്കി കാണിക്ക്. ചമ്മല്. ഇതാണ് കൂട്ടുകാരന്മാരാണ് കേട്ടോ. അതായത് വാട്ടർ ബോയ്സിലത്തെ പിള്ളേരാണ്, ഇവന്റെ കൂട്ടുകാരന്മാരൊക്കെയാണ്. അപ്പൊ അവരെല്ലാവരും ടൂർ പോകണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല. അപ്പൊ പാട്ടുകാരും കൊല ടീംസും ഒക്കെ പിന്നെ കുറെ പള്ളിയിലത്തെ കുറെ അംഗങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ ആയിട്ടൊക്കെയാണ് പോണത്. അപ്പൊ അച്ഛന്റെ നിർബന്ധമാണ് ഇപ്പൊ പോകാനുള്ള നിർബന്ധം എന്ന് പറയണത്. അപ്പൊ അതേപോലെ തന്നെ ഞങ്ങളും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇവരൊപ്പം തന്നെ. അപ്പൊ വോട്ടിന്റെ സമയത്തായത് കാരണം ഇവരെല്ലാവരും കൂടി പോയത്. ഇറങ്ങി വന്നപ്പോഴേക്കും 10 മണിയായി. 10 മണി കഴിഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് പിന്നെ പോകാൻ പറ്റില്ല. അപ്പൊ കുഞ്ഞൂസിനോട് പറഞ്ഞേക്കണത് നമുക്ക് ഇന്ന് പോകാന്നും പറഞ്ഞാൽ ഇതിലായിരുന്നു നിന്നേച്ചത്. പക്ഷെ പോലൊന്നും നടന്നില്ല. അപ്പൊ കുഞ്ഞൂസിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറ്റിക്കണമല്ലോ. അപ്പൊ ആ നേരം കൊണ്ടപ്പോഴേക്കും അവരുടെ വണ്ടി വന്ന് അവര് കയറാൻ വേണ്ടി പോണേണ്. അപ്പൊ നോക്കിയപ്പോ തന്നെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞു. അപ്പൊ അതാണ് ഞങ്ങൾ പോകണമെന്നില്ല. അപ്പൊ കുഞ്ഞൂസിനോട് സോണി ചോദിച്ച് പുറത്തേക്ക് പോകണോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാനായിട്ട് കുഴിമന്തി എന്തെങ്കിലും വാങ്ങിച്ചാൽ മതിയാന്ന് കുഞ്ഞൂസിനോട് ചോദിച്ചപ്പോ തന്നെ കുഞ്ഞൂസ് പറഞ്ഞ് എന്നാ ശരിയാപ്പാ, എന്നാ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മന്തി മതി എന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം ഒന്ന് റൗണ്ടൊക്കെ ചുറ്റിയിട്ട് മന്തിയൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വന്ന്. അപ്പൊ അവള് ഹാപ്പി ആയി. അപ്പോഴേക്കും അവൻ വന്നിട്ടില്ല. അപ്പൊ വിളിച്ചു ചോദിച്ചപ്പോഴേക്കും പറഞ്ഞ് താമസിക്കും, പിന്നെ ഒരുപാട് താമസിക്കൊക്കെ എന്നാണ് പറഞ്ഞേക്കണത്. എന്നുവെച്ചാൽ അവിടെ എത്തിയപ്പോ തന്നെ ഒരുപാട് നേരമായി. എന്ന് വെച്ചാൽ ഇവിടെ താമസിച്ചാണല്ലോ പോയേക്കണതും. കൂടുതൽ എന്ന് വെച്ചാൽ ഇലക്ഷന്റെ സമയത്തായത് കാരണം എല്ലാവരും വോട്ടൊക്കെ ചെയ്ത് വരാനായിട്ട് ഒരുപാട് താമസം ഉണ്ടായിരുന്നു തോന്നണ്. അതുകൊണ്ടാണ്. പിന്നെ അച്ഛന്മാരും റെഡി ആയിട്ട് വരാൻ കുർബാനൊക്കെ കഴിഞ്ഞിട്ടാണ് അച്ഛന്മാര് വന്നത് തന്നെ. അങ്ങനെ അച്ഛൻ ചോദിച്ചായിരുന്നു ഞങ്ങളോട് മഞ്ഞണ്ടാന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ സോണി പറഞ്ഞില്ല, കുഞ്ഞു വീട്ടിലുള്ള കാരണം ഒറ്റയ്ക്ക് ഇങ്ങനെ ആയിരുന്നു. കാരണം കുഞ്ഞുസ് വീട്ടിലുള്ള കാരണം സോണി പറഞ്ഞ് ഞങ്ങൾ മഞ്ഞില്ല എന്ന് പറഞ്ഞു. അതുമല്ല ഞങ്ങൾ അംഗങ്ങളല്ലല്ലോ, ആകെ മോൻ മാത്രമല്ലേ അത് മിഷൻ ലീഗിൽ പ്രവർത്തിക്കുന്നുള്ളൂ. പിന്നെ ബാക്കി ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ട് സോണി പറഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. അച്ഛൻ കുറെ നിർബന്ധിച്ചേട്ടാ മഞ്ഞണ്ടാന്ന് ചോദിച്ചായിരുന്നു. വെച്ചാൽ എനിക്ക് തോന്നുന്നു അച്ഛന്മാര് പോകുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഇപ്പൊ എല്ലാവരും കൂടി പോകണത്. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ഇവര് ടൂറിന് പോയേക്കണത്. അപ്പൊ അങ്ങനെ ഇപ്പൊ അതാണ് അവന് സന്തോഷമായി. അപ്പൊ ചോദിച്ചായിരുന്നു. അപ്പൊ അവനോട് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞ് വേണ്ട എന്നാ ഞങ്ങൾ പറ്റേന്ന്. ഹലോ. അപ്പൊ മോൻ രാവിലെ തന്നെ പിക്നിക്കിന് പോയി അച്ഛന്മാരെ കൂടെ. ഞങ്ങൾ കൊണ്ടാക്കിയിട്ടും വന്നു. അപ്പൊ മോള് പറഞ്ഞ് പപ്പ എന്നെ അടുത്ത് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞ് കൊണ്ടുപോകാന്ന് വെച്ചാലേ അവനെ കൊണ്ടുപോകണല്ലേ. അവനെ തന്നെ അന്ന് കൊണ്ടുപോയപ്പോഴത്തേക്കും ചെറുതായിട്ട് വണ്ടിയിടത്ത് ഉറങ്ങണ്ടേ. ഈ മോളാണെങ്കിൽ പെട്ടെന്ന് ഉറങ്ങിപ്പോ വണ്ടിയിടത്ത് നിന്ന്. അത് കാരണം ദൂരേക്കൊന്നും ബൈക്കിന്റെ അടുത്ത് കൊണ്ടുപോകാൻ നടക്കൂല. ഞാൻ പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്ത് പുറത്തു പോവാം, നമുക്ക് ഫുഡ് പുറത്തുനിന്നാക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്കല്ലേ ഇവിടെ എല്ലാവർക്കും കുഴിമന്തി ഭയങ്കര ഇഷ്ടമാണ്. കുഴിമന്തി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് അതാണ്. അതായത് ഞങ്ങൾ എന്തെങ്കിലും പോയി വാങ്ങിച്ചിട്ട് വന്നു. ഒരു പെപ്സി വാങ്ങിച്ചിട്ടുണ്ട്, മന്തി വാങ്ങിച്ചിട്ടുണ്ട്. മന്തി പൊട്ടിച്ചിട്ട് കാണിക്കാം ഏത് മന്തിയാന്നുള്ളത്. ഓക്കെ. സാലഡ് വാങ്ങിച്ചിട്ടുണ്ട് അതിന്റെ. ഓക്കെ, പെട്ടെന്ന് കാണിച്ച് എല്ലാവരും ഒന്ന് കാണിക്കാം. അപ്പോ ഞങ്ങൾ വാങ്ങിയേക്കണത് അൽഫാം മന്തിയാണോ. ചിക്കൻ, പിന്നെ മയോണൈസ്, അതിന്റെ ചമ്മന്തി, പിന്നെ മറ്റേ സലാഡ്, ഇത് റൈസ്. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോണത് താഴെ ഇരുന്നൊക്കെ കഴിക്കണത് രസമല്ലേ. അപ്പോ ഞങ്ങള് കഴിക്കാൻ വേണ്ടി പോയ റൈസ് നല്ല ചൂടൻ റൈസാണ്, ആദ്യം ഇറക്കണം. ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ നിന്നുള്ള ചാർക്കോൾ എന്ന് പറഞ്ഞ കടയിൽ നിന്ന് വാങ്ങിച്ചിരുന്ന റൈസാണ്. ചാർക്കോള് പല എല്ലാവരും മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടോളാം. ചാർക്കോൾ എന്നുള്ള കട. ടീന വീഡിയോ എടുക്കണ ഏതാണ് ടീന ഇതിൽ കാണിച്ചിട്ടില്ല. ടീന വീഡിയോ എടുത്തിട്ടിങ്ങനെ അപ്പൊ നിങ്ങളെല്ലാം കഴിച്ചോ? അവനെന്തിനും കഴിച്ചാമോ? അവൻ വിളിച്ചില്ലല്ലോ. അവൻ അവിടെ തകർക്കണായിരിക്കും.
ഹലോ, അപ്പോൾ എൻ്റെ മോൻ പിക്നിക്കൊക്കെ കഴിഞ്ഞ് എത്തി. രാത്രി 10 മണിയായി. അതെ, എങ്ങനെയുണ്ട്? ഉറക്കെ പറയും, കേൾക്കില്ല. അതിൻ്റെ അവിടെ ഫ്രണ്ടിൽ നിങ്ങൾ കയറിക്ക്. ആണോ? ഇഷ്ടപ്പെട്ടാ? ടയേർഡായ? അപ്പോൾ പിക്നിക്കൊക്കെ കഴിഞ്ഞ് എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, പുതിയ വീഡിയോ വീണ്ടും കാണാം.